നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ വളരെ ഇഷ്ടമുള്ള വിഷയമാണല്ലോ പശ്ചിമേഷ്യ. എന്തൊക്കെയാണ് സിറിയ സംഭവിക്കുന്നത്? സത്യത്തിൽ പറഞ്ഞാൽ ഈ സിറിയയിലെ ഓരോ കഥകളായിട്ട് ഞാൻ കണ്ണുകളിരിക്കണം. എനിക്ക് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഈ ലോകത്ത് മനുഷ്യനെ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലാക്കൊല ചെയ്യുന്ന രാജ്യം മറ്റൊന്നുമില്ലെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മൾ ഈ സിറിയയിൽ പ്രശ്നമുണ്ട്, അവിടെ ആഭ്യന്തരകലാപുണ്ടെന്നൊക്കെ നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ ഈ ബഷർ അൽ അസദിനെ അവിടെ നിന്ന് പുറത്താക്കുകയും ജുലാനിയുടെ നേതൃത്വത്തിലുള്ള വിമതന്മാർ വിജയം നേടുകയൊക്കെ ചെയ്ത് ജയിലിൽ നിന്ന് തുറന്നുവിട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് 10-60 ലക്ഷത്തോളം ജനങ്ങൾ അവിടെ രാജ്യം വിട്ടതിനോടകം പോയിട്ടുണ്ടെന്ന്. സത്യമായി നമുക്ക് സങ്കല്പിക്കാൻ പോലും ക്രൂരതകൾ എന്തൊക്കെ കഥകളാണ് കേട്ടെ. ക്രൂരത കേട്ടത് വേറെ ജയിലുകൾ തന്നെയാണ്. ഈ ജയിലുകളിൽ തൻ്റെ രാഷ്ട്രീയ എതിരാളികൾ 2 ജയിലുണ്ട് അവിടെ. ഒന്ന് ചുവന്ന ജയിലും പിന്നെ ഒരു വെള്ള ജയിലുണ്ട്. ചുവന്ന ജയിലാണ് ഇതിൻ്റെ മുഖ്യ പീഡന കേന്ദ്രം. ഇവിടെ പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ അതിക്രൂരമായ രീതിയിൽ മൃഗീയമായി തന്നെയാണ് പീഡിപ്പിക്കുന്നത്. എന്നിട്ട് ഇവരെ നേരെ കൊണ്ടുപോയി ജഡ്ജിന് മുമ്പ് ഹാജരാക്കുന്നു. ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ജഡ്ജി വിധി എഴുതിയാണ് ഇവനെ തൂക്കിയെല്ലാം വെച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. വീണ്ടും ഇയാളെ കൊണ്ടുവന്നിട്ട് നേരെ ഈ ചുവന്ന ജയിലിലിട്ട് അതിഭീകരമായി വീണ്ടും ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് ഇയാളെ കൊണ്ടുവന്ന ഈ വെള്ള ജയിലിലേക്കാണ്. അവിടുത്തെ നിലവറകളിലാണ് ഈ തൂക്കുമറുള്ളത്. ഈ കൊണ്ടുപോകുന്നതുകൊണ്ട് നിന്നെ തൂക്കെല്ലാം കൊണ്ടുപോകണമെന്നൊന്നും പറയില്ല. കൊണ്ടുവന്ന് മുഖം മൂടിയിട്ട് കൊണ്ടുപോയി കഴുത്തി കുരുക്കിടുന്നു, തൂക്കി കൊല്ലുന്നു. ഇയാൾ മരിച്ചതായിട്ട് പോലും ഇയാളെ ബന്ധുക്കളോ നാട്ടുകാരോ ആരും അറിയുന്നതില്ല. ഇതുപോലെ നിരവധി കാര്യങ്ങൾ. 41 വർഷം കൊണ്ട് ഒരു പൈലറ്റിനെ പിടിച്ച് തടവിലിട്ടിരുന്നത് അയാളെ ഇന്നലെയാണ് തുറന്നു വിട്ടത്, അവിടുത്തെ എയർഫോഴ്സ് പൈലറ്റ്. എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ളത്. ഈ എക്കാലത്തും ഞാൻ ഇസ്രായേൽ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്, ഹമാസ് വിരോധിയാണ്, ഹിസ്ബുള്ള വിരോധിയാണ്. ഇതൊക്കെ അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു സംഗതി. എക്കാലത്തും ഈ പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ മറ്റ് പല ഈ ഇടപെടുമ്പോൾ അമേരിക്കയ്ക്ക് ചില ആലോചനകളുണ്ട്, അവർക്ക് ചില പ്ലാനുകളുണ്ടാവും. അപ്പോൾ ആ പ്ലാനുകളെ ശരിവയ്ക്കുന്ന തരത്തിലാണ് അവർ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രത്യേകം നമ്മുടെ നാട്ടിലെ പോലെ അല്ല. നമ്മുടെ നാട്ടിലിപ്പം ഭാരതത്തിന് അനുകൂലമായ വാർത്തകൾ നമ്മൾ കൊടുത്താൽ മോദിക്ക് അനുകൂലം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുക, ഗോദി മീഡിയ എന്ന് പറഞ്ഞ് എല്ലാവരും അധിക്ഷേപിക്കുക. പക്ഷേ ഈ ജനാധിപത്യം ഉണ്ട് എന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരാര് ഭരിക്കുന്നു എന്നത് അവർക്ക് ഘടകമല്ല. രാജ്യത്തിന് അനുകൂലമായാണ് അവർ വാർത്തകൾ ഉണ്ടാക്കി വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്യും. അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം പറയാം, ചെറിയൊരു കാര്യം. ബ്രിട്ടനിലെ പത്രങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് ഈ അടുത്ത കാലത്ത് ഇവിടെയൊക്കെ സിംഗപ്പൂരിലോ അല്ലെ എവിടെയൊക്കെ പോയിരുന്നു. അല്ല, അവിടെ പറയണം, ഇവിടെ പോയ മനുഷ്യൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് 2 ദിവസത്തേക്ക് വന്നു. എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആശുപത്രിയായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ പത്രങ്ങളിലും വന്നു, ഇവിടെ വലിയ വാർത്തയായിരുന്നത്. പക്ഷെ ബ്രിട്ടനിലെ ഒരു പത്രങ്ങളിലും ആ വാർത്ത വന്നില്ല. ബ്രിട്ടനിൽ അതിനുശേഷവും അവർ പറയുന്നത് രാജാവ് അവിടെ തന്നെയുണ്ട്, അവിടുന്ന് തിരിച്ചു UK പോകുന്നു, സന്ദർശനം മടങ്ങി. ഒരു പത്രത്തിൽ അത് അദ്ദേഹത്തിൻ്റെ രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 2 ദിവസത്തേക്ക് പോയപ്പോൾ അത് വാർത്തയാക്കണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ അതേപടി പാലിക്കും. മൊത്തത്തിലുള്ള ഒരു തീരുമാനം പോലെ തീരുമാനമാണ്. അവർ ഒരു പത്രത്തിൽ വാർത്ത വന്നില്ല. ഇപ്പം ബ്രിട്ടീഷ് മലയാളി എന്ന് പറഞ്ഞാൽ UK ഞാൻ പണ്ട് തുടങ്ങിയൊരു പത്രമുണ്ട്, അതിൽ ഷൈജുമോൻ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ചുമതലക്കാരൻ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടിയ വാർത്ത? ഞാൻ പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് ഹാൻഡ് സോഴ്സാണ്, പക്ഷേ ഇവിടെ ഒരു പത്രങ്ങളിലുമില്ല, ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. BBC പോലും കൊടുത്തില്ല, ആരും കൊടുത്തില്ല. സാധാരണ കൊടുക്കാത്ത വാർത്ത കൊടുക്കുന്ന ഒന്ന് BBC ആണ്. ഇന്ത്യയിലേക്ക് അവർ പോകുന്നു എന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. ഇപ്പോഴല്ല, ഇനി അടുത്ത വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത അവർ പാലിക്കും. ഇനി മറ്റൊരു കഥയും കൂടെ പറയാം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിച്ചാൽ, ദേശീയ പത്രങ്ങൾ വായിച്ചാൽ, റഷ്യയുടെ ഒരു 25 ലക്ഷം പട്ടാളക്കാർ മരിച്ചുപോയി. യുക്രൈൻ പൂർണ്ണമായും വിജയിച്ചു. അത് പിന്നെ പോട്ടെ. അല്ല, ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നത് മുഴുവൻ റഷ്യ തോറ്റെന്നും യുക്രൈൻ ജയിച്ചെന്നുമാണ്. ഇത്തരത്തിലുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി ഇവർ പലപ്പോഴും ഇവരുടെ ഒരു വളരെ നിഗൂഢമായ ലക്ഷ്യത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കാരണങ്ങളുണ്ടാക്കും. ഉദാഹരണത്തിന് ഈ സദാം ഹുസൈനെ കുറിച്ച് എന്തോരം വാർത്തകൾ വന്നു. രാസായുധമുണ്ട്, ജൈവായുധമുണ്ട്, അതെന്ന് പറഞ്ഞിട്ട് അവസാനം പരിശോധന ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ അയാൾ ക്രൂരതയാണ്, സ്വന്തം ജനതയെ ഇതുപോലത്തെ വാർത്ത, കുർദുകളെ കൊന്നു, അവരെ കൊന്നു എന്നൊക്കെ പറഞ്ഞു. ഈ വാർത്തകൾക്കൊക്കെ എന്ത് തെളിവാണ്? മകനെ കുറിച്ച് അതുപോലെ തന്നെ വാർത്ത എന്ത് തെളിവാണുള്ളത്? ഇതെല്ലാം പോട്ടെ,
നമ്മുടെ ഉത്തര കൊറിയയിലെ അണ്ണനുണ്ടല്ലോ, എന്തോ കിങ് ജോങ് ഉൻ എന്തെല്ലാം വാർത്തയാണ്. അമ്മാവനെ പട്ടിക്കിട്ട് കൊന്നു, പട്ടിക്കിട്ട് കൊടുത്തു. പിന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൽ അബദ്ധം ചിരിച്ചു. ഡിഫൻസ് മന്ത്രി പിടിച്ചോണ്ട് മറ്റേ വിമാനത്തിന് ഓടിക്കുന്ന തോക്കന്റെ ഉന്നതത്തിൽ വെടിവെച്ച് തെറിപ്പിച്ചു. ഈ വാർത്തകളൊക്കെ ശരിയാണെന്നുള്ള തെളിവെന്താണുള്ളത്? അപ്പം എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണയോടുകൂടിയാണ് ഈ പറഞ്ഞ ഈ സിറിയൻ അട്ടിമറി നടന്നത്. ഈ സിറിയൻ അട്ടിമറി നടന്നപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, എനിക്ക് അതിനോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. സിറിയൻ അട്ടിമറി നടന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എഴുതുന്ന കഥകളാവാം ഒരു പക്ഷേ ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിനൊന്നും ഒരു തെളിവുമില്ല. ഇവർ പറയുന്നത് ഞാൻ പല വാർത്തകളും വായിച്ചു. ഏതോ ഒരു സെല്ലിലെ കഥ പറഞ്ഞിട്ട് ആളുകൾ ഒരു കൊച്ചു വെളിയിലേക്ക് ഇറങ്ങി വരുന്നു, അതിൻ്റെ അടിയിൽ ഇതൊന്നും തെളിവുകളില്ല. ഇത് മാത്രമല്ല, നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, ഈ അസാദ് പാശ്ചാത്യ രാജ്യത്ത് പഠിച്ച ഒരു ഡോക്ടറാണ്. ഭാര്യ ബ്രിട്ടീഷ് പൗരത്വം വരെ ഉണ്ടായിരുന്ന ആളാണ്. സിറിയൻ വംശജൻ, ജനിച്ചു വളർന്ന ആളാണ്. സിറിയൻ ജനിച്ച് അവിടെ വലിയ JP മോർഗൻ പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത വലിയ തരത്തിലുള്ള ആളാണ്. അവർ വസ്ത്രധാരണം നടത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ വസ്ത്രധാരണമൊക്കെ വളരെ ആധുനിക വസ്ത്രധാരണം. മാത്രമല്ല ഇവരുടെ വസ്ത്രധാരണം ചൂണ്ടിക്കാട്ടിയിട്ട് പല പടിഞ്ഞാറൻ മാസികകളും ഇത് അവിടെ സിറിയയിൽ ഇസ്ലാം സമൂഹത്തിലെ സ്ത്രീകൾക്ക് പോലും ഇങ്ങനെയൊക്കെ നടക്കാൻ കഴിയുന്നുണ്ട് എന്ന രീതിയിൽ വാർത്ത കൊടുത്തിരുന്നു. അയാൾ അങ്ങനത്തെ ഒരാളാണ്. ഈ അസാദ് എന്ന് പറയുന്ന ആളെ ഒരു ഫണ്ടമെന്റലിസ്റ്റ് അല്ല. അപ്പം ഇയാളെ അട്ടിമറിക്കാനായിട്ട് എന്തിനാണ് ഇവർ നേതൃത്വം കൊടുത്തതെന്ന് ആലോചിച്ച് അതിന് രണ്ട് കാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ഒന്ന്, ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയൊക്കെ ഏറ്റവും വലിയ ശത്രു വാസ്തവത്തിൽ റഷ്യയാണ്. പണ്ടും അങ്ങനെയാണല്ലോ. ആ റഷ്യയോടുള്ള ശത്രു, റഷ്യയും ഇയാളും തമ്മിൽ വളരെ അടുപ്പത്തിലാണ്. ഉത്തര കൊറിയയും റഷ്യയും തമ്മിൽ അടുപ്പത്തിലാണ്. റഷ്യയും ഇവരും ഇറാനുമായിട്ട് അടുപ്പത്തിലാണ്. ഈ ഒരു അടുപ്പമാണ് ഇവരുടെ, ഞാൻ ചോദിക്കുന്നത്, ചൈനയുമായിട്ട് ഇവർക്ക് എന്തൊക്കെയോ ചില വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. ഡമാസ്കസിൽ കയറി ഇസ്രായേൽ അടിച്ചിട്ട് പോലും സിറിയ തിരിച്ചടിച്ചിട്ടില്ലല്ലോ. എത്രയോ തവണ ഡമാസ്കസിൽ കയറി ഡമാസ്കസിലെ ഇറാൻ എംബസി ആക്രമിച്ചു. അല്ലെങ്കിൽ തന്നെ ഡമാസ്കസിലുള്ള താവളങ്ങളൊക്കെ ഇസ്രായേൽ പുഷ്പം പോലെ തകർക്കുമ്പം സിറിയ തിരിച്ചടിച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പം അങ്ങനെയൊരു രാജ്യത്ത് ഇവരിങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നതിന് പിന്നിൽ ദുരൂഹമാണ്. ഞാൻ പറയുന്നത് ലോകം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ്. ഞാൻ വളരെ ആശങ്കയോടെയാണ് ഇതിനെല്ലാം കാണുന്നത്. നമ്മൾ മൂന്നാല് കാര്യം ശരിയാണ്. ഒരു കാര്യം സത്യമാണ്, ഇറാൻ വലിയ തിരിച്ചടിയാണ്. ഇറാൻ്റെ വലിയ സൗഹൃദ രാഷ്ട്രമായിരുന്നു. ഇറാൻ തിരിച്ചടിയാണ്. ചൈനയ്ക്ക് നേരെ തിരിച്ചടി, വ്യവസായ ബന്ധമുള്ളതുകൊണ്ട്. റഷ്യക്ക് തിരിച്ചടിയാണ്. അതെ. കാര്യം റഷ്യക്ക് ഇപ്പം ഇങ്ങോട്ട് പട്ടാളത്തിന് അയക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അവരുള്ളവരൊക്കെ യുക്രൈനിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ വലിയ നേട്ടമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് ദുർബലമായ ഒരു ഭരണകൂടം തന്നെ. ഇപ്പം തന്നെ ദുർബലമാണ്. അസാദ് പോലും ദുർബലമാണ്. അതിനേക്കാൾ ദുർബലമായ ഒരു അരാജക അന്തരീക്ഷമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. നേരം നോക്കിയാണല്ലോ അവർ കയറി അടിച്ചു. അതൊന്ന് ആലോചിച്ച് നോക്കി. അതായത് സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു, വിമതർ മുന്നേറുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേൽ പോയി ഗോലൻ കുന്നിൻ്റെ അവശേഷിച്ചിരുന്ന ഭാഗം കൂടി മൂന്നിലൊരു ഭാഗം കൂടെ തിരിച്ചു പിടിച്ചെടുത്തു. സത്യത്തിൽ ഞാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോഴും ഇസ്രായേലിലെ സുരക്ഷയ്ക്ക് അവർ സംരക്ഷിക്കണമെന്ന് പറയുമ്പോഴും ഗോലൻ കുന്നിൽ അവർ നടത്തിയിരിക്കുന്ന അധിനിവേശത്തെ നമുക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ആ ചരിത്രം പരിശോധിച്ച് നോക്കുക, വായിച്ചു നോക്കുക. ഞാൻ ഇപ്പം ആളുകൾ പലരും തെറ്റിദ്ധരിക്കുന്നത് എന്താ ഷാജൻ എന്ന ഒറ്റ സുഡാപ്പിയായി ചോദിക്കും. പക്ഷെ സത്യമാണല്ലോ. അപ്പോൾ ഈ ഗോലൻ കുന്നിലെ ചരിത്രം പരിശോധിച്ചാൽ എത്രയോ നൂറ്റാണ്ടുകളായി അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. എത്രയോ നൂറ്റാണ്ടുകളായി ഈ അയൺ ഏജ് മുതൽ, ഇരുമ്പ് യുഗം മുതൽ അവിടെ ജനങ്ങളുണ്ട്. ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖല അത് പിന്നീട് മാറി വന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്തും ഏറ്റവും ഒടുവിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്തും എല്ലാ കാലത്തുമെല്ലാം അവിടെ അവർ സിറിയയുടെ ഭാഗമായിരുന്നു. ഓട്ടോമൻ സിറിയ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അതായത് ഓട്ടോമൻ തുർക്കി പോലെ തന്നെ ഓട്ടോമൻ സിറിയ, അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിന് ഈ ഫലസ്തീൻ അടക്കമുള്ള വിശാലമായ സാമ്രാജ്യമാണ്. ഈ ഇത് എങ്ങനെയാണ് നമ്മുടെ ഖലീഫ വീണതോടെയാണല്ലോ അത് തകരുന്നത്, എല്ലാം പോയി വീഴുന്നു. അപ്പോൾ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഓട്ടോമൻ സിറിയ എന്ന പേരിൽ ആ ഡമാസ്കസ് കേന്ദ്രമാക്കി അവിടെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് 1967 ഇവർ യുദ്ധം നടത്തി പിടിച്ചെടുക്കുന്നത്. യുദ്ധം നടത്തി പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല 81 മറ്റോ, ഈ 81 എനിക്ക് തോന്നി, 81 മറ്റോ ഇത് ഔദ്യോഗികമായി പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ട് ഈ 2/3 ഭാഗം ഇസ്രായേലിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. ഇതിനെ അമേരിക്ക അല്ലാതെ ഇന്ത്യ പോലും അംഗീകരിച്ചിട്ടില്ല. ലോകത്ത് ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നടത്തിയ കയ്യേറ്റവും ആരും അംഗീകരിച്ചിട്ടില്ല. അല്ല, അപ്പോഴാണ് ആ കൂട്ടത്തിൽ അമേരിക്ക മാത്രമേ ഉള്ളൂ. അന്നത്തെ സെറ്റിൽമെന്റ് ഭാഗമായി 1/3 ഗോലൻ കുന്ന് അവർക്ക് കൊടുത്തത്. അതും പിടിച്ചെടുത്തു. അത് പിടിച്ചെടുത്തിട്ട് അതിശക്തമായുള്ള ആക്രമണം. അത് ഞാൻ പറഞ്ഞത്, അവർ പറഞ്ഞത് ഇത് ഇവരുടെ കയ്യിൽ വശമുള്ള ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആയുധ
പുരകൾ തകർത്തതെന്നാണ്. അല്ല, അതൊക്കെ നല്ലത്, അതിലൊന്നും തെറ്റില്ല. ഈ ആയുധങ്ങൾ തകർത്തതും ഇസ്രായേൽ ഡമാസ്കസിലോ അല്ലെങ്കിൽ സിറിയയിൽ കയറി അടിക്കുന്നതിലൊന്നും ഞാനിതിന് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ അവരുടെ സുരക്ഷ നോക്കണം. മാത്രമല്ല ഈ സിറിയ വഴിയാണ് പലപ്പോഴും ഇറാൻ ആയുധത്തിൽ സിറിയയിലും ലെബനനിലും ഒക്കെ കയറി അടിച്ചോട്ടെ. കാരണം വെച്ചാൽ അവരൊക്കെ ഈ ഭീകരർക്ക് താവളം ഒരുക്കി കൊടുക്കുന്നുണ്ട്, അതിനെതിരെ. പക്ഷേ ഒരു ഭാഗം അങ്ങ് പിടിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങളുടേതാണെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യം. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം ഈ 60 ലക്ഷം പേര് തിരിച്ചു വരും നിങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സിറിയ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. 2011 അറബ് സ്പ്രിങ്ങിൻ്റെ സമയത്താണ് ഇവിടെ ആദ്യം റിബൽ ആരംഭിക്കുന്നത്. ഈ അറബ് സ്പ്രിങ്ങിൻ്റെ പിന്നിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ആയിരുന്നു. പിന്നീട് തെളിയിക്കപ്പെട്ടതാണ്. അങ്ങനെ ഇവർക്ക് എതിർപ്പുണ്ടായിരുന്ന സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിലെല്ലാം ഇവർ ഈ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ജോർദാനിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലായിടത്തും അറബ് രാജ്യങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഈ അറബ് സ്പ്രിങ്ങിൽ പിടിച്ചു നിന്ന പല രാജ്യങ്ങളുണ്ട്. ഇറാൻ പിടിച്ചു നിന്ന രാജ്യമാണ്. അപ്പോൾ ഈ അറബ് സ്പ്രിങ്ങിൽ ഇത് വല്ലാതെ അങ്ങോട്ട് വഷളാവുകയും 2014 ഒക്കെ ആയപ്പോഴത്തേക്കും ഇവർ ഈ അസാദിനെ പുറത്താക്കുമെന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ആരാണ് പിന്തുണയ്ക്കുന്നത്? അമേരിക്ക. പക്ഷേ അപ്പോഴാണ് ഐസിസ് ഇതിന് നേതൃത്വം ഏറ്റെടുക്കുന്നത്. എല്ലാവരും വന്നു, എല്ലാ കക്ഷികളിലും വന്നു, എല്ലാവരും നേതൃത്വം ഏറ്റെടുക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അമേരിക്കയ്ക്ക് ഭയമുണ്ടായിട്ടാണ് റഷ്യയോട് ചേർന്നാണ് അസാദിനെ സംരക്ഷിച്ചത്. ഇനി ഇപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ അയാളുടെ പേരെന്താണ് ഇപ്പോൾ അവരുടെ പുതിയ നേതാവായിട്ട് വന്നിരിക്കുന്നത്? ജുലാനി. ഈ ജുലാനി അൽ ഖ്വയ്ദയുടെ സിറിയൻ ഘടകത്തിന് ചീഫായിരുന്നു. ഏറ്റവും വലിയ പ്രവർത്തകന്മാരൊരാളായിരുന്നു അയാൾ. ഐസിസുമായിട്ടും നല്ല ബന്ധമാണ്. മറ്റേ മുഹമ്മദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരൊരാളാണ്. ഇതിന്റെ സ്ഥാപകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇയാൾ. ഇത് അവിശ്വസനീയമല്ലേ? അമേരിക്ക അൽ ഖ്വയ്ദയെയും ഐസിസിനെയും പിന്തുണയ്ക്കുന്നതിന് തുല്യമല്ലേ? ആണല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം, എനിക്ക് മനസ്സിലാവാത്തത്, വിദേശകാര്യ വിദഗ്ധന്മാർ പറയേണ്ടതാണ്, എനിക്ക് മനസ്സിലാവാത്തത്, ഈ അസാദ് ഏകാധിപതിയായിരുന്നു. ഒരുപക്ഷെ രാജ്മോഹൻ പറഞ്ഞ മാതിരി കൊല നടത്തിയിട്ടുണ്ടാവാം. പക്ഷെ ആ കൊലപാതകയും ക്രൂരകൃത്യം നടന്ന ഏകാധിപതിയാണോ അതോ ഇസ്ലാമിക ഭരണം നടത്താൻ ശ്രമിക്കുന്ന ഐസിസും അൽ ഖ്വയ്ദയുമാണോ ഇനി വിളിക്കേണ്ടതുള്ളത്? അല്ല, മാത്രമല്ല ഇനി ഇവർ ഭരിക്കാൻ വരുമ്പോഴേ മറ്റേ അഫ്ഗാനിസ്ഥാനെക്കാളും വലിയ അവസ്ഥയാണ് സംഭവിക്കുമ്പോൾ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. അവിടെ എല്ലാ പ്രശ്നം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സദ്ദാം ഹുസൈനിലേക്ക് വരണം. സദ്ദാം ഹുസൈൻ ഒന്നാന്തരം ഒരു മതേതരവാദിയായ, മറ്റ് മതങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം പുലർത്തിരുന്ന. അതൊരു വശത്ത്. മറുവശത്ത് ക്രൈസ്തവ സഭാ സമൂഹം അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അവിടെ ഈ ഒരു യസൂദികൾ എന്ന് പറയുന്ന യസൂദികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ക്രൈസ്തവരായിരുന്നു. ഈ യസൂദികൾ അടക്കമുള്ള വലിയ തോതിൽ ക്രൈസ്തവർ ഈ ഇറാഖിലുണ്ടായിരുന്നു. മാത്രമല്ല, ഈ നമ്മളെപ്പോഴും ആലോചിക്കുന്ന കാര്യം വെച്ചാൽ, ഈ ക്രൈസ്തവ സഭയ്ക്ക് ഈ നമ്മൾ ബൈബിളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് വായിച്ചപ്പം ഈ ഗോലൻ കുന്നുകളെ കുറിച്ച് ഞാൻ വായിച്ചു നോക്കിയപ്പം ഗലീലി നദിയുടെ തീരത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗലീലി കടലിലൂടെയാണ് യേശു ക്രിസ്തു നടന്നു പോയത്. ബൈബിളിലെല്ലാം പരാമർശമുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഈ പറയുന്ന ലെബനനും ഇസ്രായേലും ഫലസ്തീനും ഈ പറയുന്ന സിറിയയും ഈജിപ്തും ജോർദാനും ഒക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എത്ര മഹത്തായ പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ് അതേക്കുറിച്ചൊക്കെ. ഇവിടെയൊക്കെ ക്രൈസ്തവ സഭകളുണ്ട്. കാരണം ക്രൈസ്തവ സഭ ആരംഭിച്ച് അവിടെയായിരുന്നു. ഡമാസ്കസിൽ തന്നെയാണല്ലോ നമ്മുടെ ഇവിടുത്തെ പാത്രികീസ് ബാബ, അദ്ദേഹം ഇപ്പം നാട്ടിലെത്തിയിട്ടുണ്ട്. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ആയിട്ടുള്ള യാക്കോബായ അവിടുത്തെ പിന്നെ ദമാസ്കസിലെ അദ്ദേഹമാണല്ലോ. നമ്മുടെ യാക്കോബ സഭയുടെ പരമാധ്യക്ഷൻ മാത്രമല്ല, ഈ സിറിയൻ ഓർത്തഡോക്സ് സഭകളുണ്ട്. സിറിയൻ ഓർത്തഡോക്സ് സഭകളുടെ മുഴുവൻ പരമാധ്യക്ഷനാണ്. അതിലെ ഒരു സഭ മാത്രമാണ് നമ്മുടെ യാക്കോബ സഭ. ലോകം മുഴുവനുള്ള തലവനാണ്. അതായത് നമ്മളിപ്പോഴും അവരുടെ മാർപ്പാപ്പയാണ്. അവർ പത്രോസിന്റെ സിംഹാസനത്തിലാണ് മാർപ്പാപ്പ ഇരിക്കുന്നത്. പത്രോസിന്റെ പിൻഗാമിയാണ് ഈ പാത്രിയാർക്കീസ് ബാവ. അതായത് ഓർത്തഡോക്സുകാരും അടിസ്ഥാനപരമായി, നമ്മുടെ ഇവിടുത്തെ ഓർത്തഡോക്സ് അടിസ്ഥാനപരമായി ബാബയുടെ കീഴിലാണ്. പിന്നെ ഇവർ തമ്മിലുള്ള ഭിന്നത ഉണ്ടായത് കാരണം ഇപ്പം ഇവർ സ്വയം ഭരണാവകാശം പ്രഖ്യാപിച്ചതുള്ളൂ. ദേവലോകം അവരുടെ ആണെങ്കിൽ പോലും അവർ പാത്രിയാർക്കീസ് ബാവയെ തള്ളുന്നൊന്നുമില്ല. ഒരു ഭയത്തോടുകൂടിയാണ് അവർ സ്വയം ഭരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ യാക്കോബ സഭ നേരിട്ടുള്ള സഭയുടെ കീഴിൽ വന്നിരിക്കുന്നത് കൊണ്ട് അവർ കുറച്ച് സംയമനം പാലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പോലും പരമാധ്യക്ഷൻ ഈ പറയുന്ന, എന്തിനേറെ പറയുന്നു, ഈ
ഈ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മാർത്തോമാ സഭ നമ്മൾ തിരുവല്ലയിലെ അല്ല, അതല്ല, മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരാണ് മാർത്തോമാസിലെ ഇവിടെ കൊണ്ടുവന്ന് തുടങ്ങിയ സഭ. ഈ പൗരസ്ത്യ സഭ ഞങ്ങളുടെ സഭയതെ, സീറോ മലബാർ സഭയതെ, സീറോ മലങ്കര സഭ, രണ്ടും കത്തോലിക്ക സഭയാണ്. ഇത് രണ്ടും അതെ, യാക്കോബ സഭയതെ, ഓർത്തഡോക്സ് സഭയതെ, മാർത്തോമ സഭയുടെ, ഇതെല്ലാം മാർത്തോമ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഈ മാർത്തോമ ക്രിസ്ത്യാനികൾ പൗരസ്ത്യ പാരമ്പര്യത്തിൽ പോയിക്കൊണ്ടിരുന്ന ഈ പൗരസ്ത്യ, അതായത് സഭകൾ, റോമയുടെ സഭയുണ്ടായിരുന്നു, ഈ അന്ത്യോക്യൻ സഭയുണ്ടായിരുന്നു, വേറെ പലതുണ്ട്. ഈ അന്ത്യോക്യൻ സഭ, ഇറാഖ്, ഇവിടെയൊക്കെ ഇത് കണക്റ്റഡാണ്. ഞാൻ പറഞ്ഞത് ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ അന്ത്യോക്യൻ സഭകളുടെ തലവനാണ് പാത്രിയർക്കീസ് ബാവ. യഥാർത്ഥത്തിൽ സീറോ മലബാർ സഭ പോലും പാത്രിയർക്കീസ് ബാവയുടെ കീഴിൽ വരേണ്ടതാണ്. പിന്നീട് റോമിനോട് ചേർന്നു. അത് എപ്പോഴാണ്? പിന്നീടാണല്ലോ ഇതെല്ലാം വിഭജിക്കപ്പെടുന്നു, തർക്കങ്ങൾ വരുന്നത്. ഇപ്പോൾ കൂനൻ കുരിശ് സമരപ്പോൾ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പം സത്യം ഒരുപാട് ചരിത്രങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് ഈ സഭകളുടെ എല്ലാം, പൗരസ്ത്യ സഭകളുടെ എല്ലാം ആസ്ഥാനമായി പ്രവർത്തിച്ച ഇടങ്ങളാണ് ഈ പറയുന്ന സിറിയയും ഇറാഖും അടക്കമുള്ള. അതൊരു അത്ഭുതകരമായ കാര്യം. ഇത്രയും ഒരു ഇസ്ലാമിക് ആധിപത്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്രയും വലിയ ക്രൈസ്തവ സഭയുടെ ആസ്ഥാനം നൂറ്റാണ്ടുകളായി സ്ഥിതി ചെയ്യുക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ മാറ്റം വലിയ അപകടം ഉണ്ടാക്കും. ഇനി വരാൻ പോകുന്ന ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഈജിപ്തിനോ ജോർജാനോ സിറിയയ്ക്കോ ഇറാഖിനോ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അത് വേറെ കാര്യം. അപ്പം ഈ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചിട്ട് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച, അല്ല യേശുക്രിസ്തു കുരിശിൽ മരിച്ച പള്ളി സ്ഥലം, അതിൻ്റെ ഉടമസ്ഥൻ ഒരു മുസ്ലിമാണ്. അയാളാണ് രാവിലെ തുറന്നിട്ട് ഇതെല്ലാം ശരിയാക്കിയിട്ട് വൈകുന്നേരം നിറച്ചിട്ട് പോകുന്നത്. ഇപ്പം ആളുകൾ തീർത്ഥാടകരെ കാണുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങളെല്ലാം വളരെ മനോഹരമായി പോകുമ്പോഴാണ് ഈ അട്ടിമറി നടക്കപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഭയം മുഴുവൻ ഞാൻ പറഞ്ഞു വന്നത്, സദ്ദാം ഹുസൈൻ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം അനുകൂലിച്ചിരുന്ന വളരെ ഒരു എന്താ പറയുന്നത് ഒരു മതേതരവാദിയായ, ക്രമസമാന പ്രശ്നങ്ങൾ ആദ്യം ഇല്ലായിരുന്നില്ല. സദ്ദാം ഹുസൈനു ശേഷം അവിടെ എന്ത് സംഭവിച്ചു? അവിടെ മുഴുവൻ ഭീകരതയിലേക്ക് കടന്നു. ഐസിസ് രൂപീകരിക്കപ്പെട്ടതും വളർന്നതും അവിടെയാണ്. ഐസിസിന്റെ കൺട്രോളിലായി പോയി. ഇപ്പോഴും അമേരിക്കൻ സൈന്യത്തിന്റെ അവിടെ നോക്കി നിൽക്കുമ്പോഴാണ് ഇവരെല്ലാം ചെയ്യുന്നതും. ആ ഐസിസിന്റെ കൺട്രോളിലായി പോയി. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഭവിച്ചത്? അമേരിക്ക അവിടെ ലിബറേറ്റ് ചെയ്തു. ഹമീദ് കർസായി പറഞ്ഞ ഒരുത്തനെ കൊണ്ടുവന്ന് അവിടെ വെച്ചു. എൻ്റെ അവസാനം അവനെ പ്രത്യേക വിമാനത്തിൽ അമേരിക്ക അവിടെ കൊണ്ടുപോയിട്ട് സുഖമായി അവനും അവൻ്റെ ഭാര്യയും പിള്ളേരും ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആരാണ്? സാധാരണക്കാരൻ. അവിടുത്തെ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിലായി. അപ്പം അമേരിക്കയ്ക്ക് പങ്കില്ലേ? ഇതേ താലിബാന്റെ രാഷ്ട്രീയമാണ് സിറിയയിൽ ഇനി നടക്കും. ഇപ്പോൾ ഇനി ഈ പുതിയ സംഘങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു. ഈ ഡമാസ്കസിലെ നിങ്ങൾ ഈ യാക്കോബ സഭയുടെ തലവനായിരിക്കുന്ന പാത്രിയർക്കീസ് ബാവയ്ക്കൊക്കെ ഡമാസ്കസിൽ അധികകാലം സഭാപ്രവർത്തനം തുടരാൻ കഴിയുമെന്ന് കണ്ടറിയേണ്ടി വരും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കണ്ടറിയേണ്ടി വരും. എനിക്ക് മനസ്സിലാവാത്തത് ഇവരെന്തിനാണ് ഈ ഇസ്ലാമിക ഭീകരതയെ, ഇസ്ലാമിക ഭരണം സ്വപ്നം കാണുന്ന ഇസ്ലാമിക ഭീകരതയെ ഇവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അസാദിനെ ഇറക്കി വിട്ട മനസ്സിലാവും. അസാദിന് ഇറാനായിട്ടുള്ള ബന്ധവും അസാദിന് ഹിസ്ബുള്ളിലുള്ള ബന്ധവും അസാദ് റഷ്യയായിട്ടുള്ള ബന്ധമൊക്കെ വേറെ കാര്യം. പക്ഷേ അസാദ് ഇവന്മാരെക്കാൾ അസാദായിരുന്നു നല്ലത്. അല്ലെങ്കിൽ ഈ ഒരു സഭ ഇത്രയും നൂറ്റാണ്ടുകൾ അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഒരിക്കലും ഒന്നും സംഭവിക്കാതെ ഇത്രയും വർഷം എണ്ണം കുറഞ്ഞു. ക്രൈസ്തവ സഭകളുടെ വലിപ്പം കുറഞ്ഞു, എണ്ണം കുറഞ്ഞു. അവിടെ എനിക്കൊന്ന് ഇപ്പോൾ അവിടെ ഒരു 2 ലക്ഷമോ 3 ലക്ഷം പേരെ ഉള്ളൂ ഈ സഭാംഗങ്ങൾ. എന്നിട്ട് പോലും അവർക്ക് ഭീഷണി ഇല്ലാതെ അവർ കഴിഞ്ഞു പോകുന്നുണ്ട്. ആ സഭയുടെ ആസ്ഥാനം അതാണ്. മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ മെത്രാന്മാരൊക്കെ പോകുന്നു അങ്ങോട്ട്, ഇപ്പോൾ റോമിലേക്ക് പോകുന്ന പോലെ ഇവർ പോകുന്നത് അന്ത്യോക്യ എന്ന് മാറിയ. ഇനി ഡമാസ്കസിന് വേറെയുണ്ട്. ഡമാസ്കസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, നമ്മൾ ഈ ഡമാസ്കസിനെ കുറിച്ചും സിറിയയെക്കുറിച്ചും പഠിച്ചാൽ ഇത്രയും ചരിത്രമുള്ള ഇതല്ല ഇറാഖൊക്കെ അതേ കേട്ടോ, ഇത്രയും വലിയ ചരിത്രം ഇറാനൊക്കെ പഴയ പേർഷ്യ. ഇപ്പം ഡമാസ്കസിൻ്റെ ഒരു പ്രത്യേകത, ഈ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരല്ല ഈ ക്രൈസ്തവ സഭയ്ക്ക് ഇത്രയധികം വളർച്ച ഉണ്ടാക്കി കൊടുത്തത്. അത് പൗലോസ്ലീഹയാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കൊക്കെ ശേഷം, എനിക്കൊന്നൊരു 300 കൊല്ലത്തിന് ശേഷമാണെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. പൗലോസ്ലീഹ ഒരു കടുത്ത, എനിക്ക് വർഷത്തെക്കുറിച്ച് ധാരണയില്ല, പൗലോസ്ലീഹ കടുത്ത യേശു വിരുദ്ധനായിരുന്നു, ക്രൈസ്തവ വിരുദ്ധനായിരുന്നു. ആ പട്ടാളക്കാരനായിരുന്നു, സൈനിക മേധാവിയെ മറ്റുമായിരുന്നു. അദ്ദേഹം നിരവധി പേരെ വധിക്കാൻ വിശ്വാസത്തിന് പുറത്ത്. അങ്ങനെ ഒരിക്കൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു, യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു, നീ എന്തിനാണ് എന്നോട് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ച് അദ്ദേഹം താഴെ വീണ് അന്ധനായിപ്പോയി. അതിനുശേഷം അദ്ദേഹത്തിന് വെളിപാടുണ്ടായിട്ടാണ് അദ്ദേഹം യേശുവിൻ്റെ ശിഷ്യനായിട്ട് സഭാ വിപുലീകരണം. അന്ന് അദ്ദേഹം ഡമാസ്കസിലേക്ക് പോകുമ്പോഴാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. ചെറിയ സ്ഥലമല്ല, ഡമാസ്കസിലേക്കുള്ള യാത്രക്കിടയിലാണ് പൗലോസ്ലീഹയാണ് പിന്നീട് പൗലോസ്ലീഹ എന്ന് പറഞ്ഞാൽ സെന്റ് പോൾ
ഈ സെൻറ്റ് പോളാണ് പിന്നീട് ഏറ്റവും വലിയ സഭാപ്രചാരകനായി മാറിയത്. വാസ്തവത്തിൽ സെൻറ്റ് പോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ ക്രൈസ്തവ സഭ ലോകമെമ്പാടും വളർത്തുണ്ടായിരുന്നില്ല. ഈ ഞങ്ങളുടെ ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും, ആദ്യം പുതിയ നിയമം, ഒടുവിൽ പഴയ നിയമം. പഴയ നിയമം എല്ലാം അതേപടി എടുക്കണ്ട. ഇതിനിടയിൽ വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് കഴിഞ്ഞ് ലേഖനങ്ങളുണ്ട്. അതായത് പല സഭകൾ, തെസ്സലോനിക്കയിലെ സഭ, ഫിലിപ്പീൻസിലെ സഭ, അക്കാലത്തെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും അതിനെ തുടർന്നും സഭയുണ്ടാകുമ്പോൾ ചെറിയ സഭകളുണ്ട്. ഈ സഭകൾക്ക് എഴുതിയ കത്തുകളാണ് ഈ ലേഖനങ്ങൾ. ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതി കത്തുകൾ ആരെഴുതിയിരിക്കുന്നത്? പൗലോസ് ലീഗയാണ്. പൗലോസ് ലീഗ എഴുതിയ ലേഖനങ്ങളാണ് ഈ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തോമസ് ലീഗ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ്. തോമസ് ലീഗ യേശുക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരിൽ 12 ശിഷ്യന്മാരിൽ ഒരാളാണ്. തോമസ് ലീഗയുടേതൊക്കെ തോമസ് ലീഗ ഭാരതത്തിൽ വന്നിട്ട് പോയി എന്നല്ലാതെ വളരെ അധികം കാര്യവും ചെയ്തില്ല. അന്നാണ് ഇവിടെ ക്രിസ്ത്യാനിയെ കൊണ്ടുവരുന്നത്. ഇത് പക്ഷേ റോം ഒരു പരിധിവരെ അംഗീകരിക്കുന്നില്ല, അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പോർച്ചുഗീസുകാരോട് വന്നപ്പോൾ ഈ തോമസ് ലീഗ, അതായത് ഇവിടുത്തെ നസ്രാണി ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ അല്ലെങ്കിൽ മാർത്തോമ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ നേരിട്ട് പൗലോസ് ലീഗയിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച തലമുറ. അപ്പോൾ ഇവിടെ വന്ന് കേരളത്തിലൊക്കെ അവർ വന്നിരുന്നത് അങ്ങനെയാണല്ലോ. കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ആദ്യം അങ്ങനെയാണല്ലോ. മൈലാപ്പൂർ വന്നു, 7 പള്ളികൾ സ്ഥാപിക്കുന്നു, 7.5 പള്ളികൾ സ്ഥാപിക്കുന്നു. ഇതെല്ലാം പക്ഷേ ഇത് ശരിയല്ലെന്നും ഇവർക്ക് യഥാർത്ഥ ക്രിസ്ത്യാനികളല്ലെന്നുമാണ് റോമിൻ്റെ സഭ അന്ന് വിശ്വസിച്ചിരുന്നത്. അങ്ങനെയുടെ പോർച്ചുഗീസുകാരോട് വന്നപ്പോൾ ഇവരെല്ലാം ഇവരുടെ എല്ലാ രീതികളും നിർത്തിയിട്ട് ഇവരെല്ലാം ഇവർ പിടിച്ച് പുതിയ ക്രിസ്ത്യാനിയാക്കി. വാസ്തവത്തിൽ ലത്തീൻ സഭ അങ്ങനെ രൂപീകരിക്കും. പോർച്ചുഗീസ് ആചാരങ്ങൾ അനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് റോമിൻ്റെ റോം എന്ന് പറയുന്നതാണ് കത്തോലിക്ക സഭ. ഈ കത്തോലിക്ക സഭയുടെ ആണ് ലോകം മുഴുവൻ പടർത്തിയത്. ഈ കത്തോലിക്ക സഭയുടെ അവരാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ഇവിടുന്ന് കത്തോലിക്ക സഭയാണ് വളർത്തിയത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ നേരിട്ട് പല സ്ഥലത്തും പോയി കൊടുത്തിട്ട് മാർത്തോമാസ് ലീഗ ഇവിടെ വന്നിട്ടാണ് ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടായി. ഇവരെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുണ്ട് ഈ പൗരസ്ത്യ രീതി, സുറിയാനി ഭാഷ ഇപ്പോഴും. അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് എറണാകുളവും ഞങ്ങളുടെ രൂപത ഈ സീറോ മലബാർ സഭ തർക്കം നടക്കുന്നത്. എറണാകുളം രൂപത ലത്തീൻ രീതികളെ പിന്തുടരുന്നവരാണ്. മറ്റ് ഭൂരിപക്ഷം വരുന്നത് പൗരസ്ത്യ രീതികൾ. ഇപ്പം ഞങ്ങളുടെ കുർബാനയ്ക്കകത്ത് യേശുക്രിസ്തു, നമ്മുടെ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരവും മാംസവും. അന്ന് യേശുക്രിസ്തു കൊടുത്തതുപോലെ കുർബാന സ്ഥാപിച്ചിട്ട് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തതിന് ഓർമ്മയുണ്ട്. ആ ഓർമ്മ വളരെ വൈകാരികമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ സമയത്ത് ഇപ്പോൾ സുറിയാനി ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായ പരിഷ്കാരം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവോ ഈ ഭാഷ? നമുക്കറിയാലോ, നമ്മൾ ഇത്ര സ്ഥിരം കേട്ടോണ്ട് മലയാളത്തിൽ കേട്ടോണ്ട്. ഇനി യാക്കോക്കാരും ഓർത്തഡോക്സാരും ഒക്കെ കുർബാനയിൽ എല്ലാം തന്നെ സുറിയാനി ഭാഷയാണ്, മിക്കതും തന്നെ സുറിയാനി ഭാഷയാണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന സ്ഥലമാണ് ഈ ഒരു ഡമാസ്കസ്. ആ ഡമാസ്കസ് ഉൾപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഇവർ ഈ മാറ്റം വരും. ഈ മാറ്റത്തിൻ്റെ പിന്നിൽ അമേരിക്കയുടെ പ്രകോപനം എന്താണ് എനിക്കിതൊരു പിടിയിട്ടിട്ടില്ല, ഒരു തരത്തിൽ എനിക്ക് പിടിയിട്ടില്ല. അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങളിൽ പെട്ടെന്ന് ഇടപെടുന്നില്ല, കാരണം ഇത് ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടല്ലോ എന്നൊക്കെ രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് കാത്തിരുന്ന് കാണാൻ സ്ഥിതിഗതികൾ മോശമാണെന്നൊക്കെയാണ് ജോ ബൈഡൻ പറഞ്ഞത്. പക്ഷേ ഒരുപക്ഷെ ഒരു നിലപാട് മാറ്റാനും സാധ്യത. മാത്രമല്ല അമേരിക്കൻ വിമാനങ്ങളും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ട്രംപ് വ്യക്തമായി പറഞ്ഞു, നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമല്ല, ശത്രു രാഷ്ട്രമല്ല, ഒന്നുമല്ല അവര്. നമ്മൾ അവിടെ പുറകെ പോകണ്ട, അവരെന്നാണ് അടിക്കുകയോ ചാവുകയോ തിന്നുവോ എന്നാലും ചെയ്യട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞത്. ആ ട്രംപിൻ്റെ നിലപാട് കറക്റ്റാണ്. ഏതർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഇസ്രായേൽ എന്നുള്ള വിഷയങ്ങളുണ്ട്, പ്രതിരോധ പങ്കാളിയാണല്ലോ. പക്ഷേ ഈ എൻ്റെ ആകെ ആശങ്കയും ചോദ്യവും സംശയവും ആസാദിനെ പോലെ പാശ്ചാത്യ സംസ്കാരമുള്ള വിദ്യാഭ്യാസമുള്ള ഓട്ടോക്രാറ്റ് ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി എന്തിനു വേണ്ടിയാണ് അയാളെ അട്ടിമറിച്ചിട്ട് അരാജകത്വം സൃഷ്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. ഞാൻ ഇതിൻ്റെ മറ്റൊരു വശം പറയാം. ഞാനിപ്പോൾ ഈ ഇസ്ലാമിക വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നതിന് മുമ്പ് മാധ്യമം മീഡിയ കൊണ്ട് നോക്കും അവരുടെ നിലപാടെന്താണെന്ന് നോക്കും. അപ്പോൾ ഈ അവരുടെ നിലപാട് എന്താണോ അതിനെതിരായ നിലപാടായിരിക്കും ശരിയായ നിലപാട്. കാരണം അടിസ്ഥാനപരമായി മീഡിയയോടും മാധ്യമവും ഇസ്ലാമിക ഭരണക്രമം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ജിഹോളാണ് രണ്ടും. ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത് എന്താണ്? സിവിൽ നിയമങ്ങൾ പാടില്ല, ശരീഅത്ത് നിയമങ്ങൾ മാത്രമുള്ള എല്ലാവരും ഇസ്ലാം വിശ്വാസികളായിരിക്കുന്ന ഒരു ഇസ്ലാമിക ഭരണലോകമാണ്. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് അവർ 2 കാര്യങ്ങൾ, 2 വീഴ്ചയിൽ അവർ ആഹ്ലാദിച്ചു. ഇപ്പം ഈ ഇസ്രായേലിനെ
ഹമാസ് കയറി ആക്രമിക്കുമ്പോൾ ഭയങ്കര സന്തോഷം, ആഘോഷമായിരുന്നല്ലോ, ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ടല്ലോ. ഇസ്രായേൽ ഹമാസിനെ അടിക്കുമ്പോൾ ഭയങ്കര കണ്ണുനീരാണ്. പക്ഷെ ബംഗ്ലാദേശിൽ സർക്കാർ വീണപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. ആര് വീണപ്പോൾ? ഷെയ്ഖ് ഹസീന വീണപ്പോൾ. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ച സംഘടന നേതാവായിരുന്നു ഷെയ്ഖ് ഹസീന. ജമാഅത്ത് ഇസ്ലാമിക്ക് വലിയ വോയിസ് വരികയും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ മീഡിയ കൊണ്ട് മാധ്യമത്തിന് സന്തോഷം. ഓർക്കണം, ഇവിടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരെ വംശഹത്യ സംഭവിക്കുന്നു പറഞ്ഞാണ് ഇവർ പറയുന്നത്. അല്ല, മാത്രമല്ല അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ അവരുടെ രാഷ്ട്രപിതാവായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ സ്മരണ ഇല്ലാതാക്കുന്ന സകല പരിപാടികളും ചെയ്യുന്നുണ്ട്. ഇപ്പം കർണാസോട് അതിന്റെ പടം മാറ്റുന്നു, അത് തീവ്ര നിലപാടാണ് എല്ലാ ജമാഅത്ത് ഇസ്ലാമിയും പറയുന്നതനുസരിച്ച്. ഇതെല്ലാം ഇവർ സന്തോഷമാണ്. അവർ പറഞ്ഞത് ജനാധിപത്യം വന്നെന്നാണ് പറയുന്നത്. എന്താ ജനാധിപത്യം? ജനാധിപത്യ പ്രക്രിയ ഇല്ലാതാക്കിക്കൊണ്ട് അവിടേക്ക് ഇസ്ലാമിക ഭീകരവാദം അടിച്ചേൽപ്പിക്കുന്ന മാധ്യമ ശ്രദ്ധിക്കുക. അതേ സന്തോഷം തന്നെ അസാദ് വീണപ്പോഴവർക്കുണ്ട്. ഞാൻ ഞെട്ടലോടെ കണ്ടത്. അസാദ് വീണപ്പോൾ അസാദിൻ്റെ ക്രൂരകൃത്യങ്ങൾ മാധ്യമത്തിൽ ധാരാളം വാർത്ത, ജനാധിപത്യം തിരിച്ചു വന്നിരിക്കുന്നു. ഇവിടെ അത് തന്നെ, ഇത് മാത്രം മതി ഒരു മാനദണ്ഡം. മീഡിയയോടിനും മാധ്യമത്തിനും ഇതൊരു നല്ല കാര്യം തോന്നിയെങ്കിൽ തിരിച്ച് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ ഒരു പോസിറ്റീവ് കാണുന്ന ഒരു കാര്യം, ഇറാനിൽ ഇറാനിൽ ഇത്തരത്തിൽ ബഹുജന പ്രക്ഷോഭം വല്ലതും വരികയാണെങ്കിൽ അവർ കൂടും അവിടുത്തെ ഈ മതഭരണകൂടം. പക്ഷേ നാട്ടുകാർ ജനങ്ങൾ ഇളകുകയും അമേരിക്കയും ഇസ്രായേൽ ഒരുപക്ഷെ അവർക്ക് പിന്തുണയ്ക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അവിടെ വലിയൊരു ജനമുന്നേറ്റത്തിനുള്ള സാധ്യതയുണ്ട്. ഇവിടെയും എന്നെ ആശങ്കപ്പെടുത്തുന്നത്, ഞാൻ അതിനെ ആഗ്രഹിച്ചിരുന്ന ആൾ, ഇറാൻ ലോകത്തിന് സമാധാനത്തിന് ഭീഷണിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാനെ തകർക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ. പക്ഷേ ഇങ്ങനത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതേ ആളുകൾ ഇതിൻ്റെ പ്രോബ്ലം എന്നാ വെച്ചാൽ അടിസ്ഥാനപരമായി അരാജകത്വം സൃഷ്ടിക്കപ്പെട്ടാൽ അവിടെ ഒരു, അതായത് ഇന്ത്യ, ഞാൻ രണ്ടു നേരം ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങൾ ജനാധിപത്യ ആളുകൾ വളരെ വികസിതരാണ്, അവർക്ക് കുറച്ച് ചിന്താഗതിയുണ്ട്, സമ്പത്തുണ്ട്, അവിടെ ജനാധിപത്യം വർക്ക് ചെയ്യും. കാരണം വെച്ചാൽ ജനങ്ങളുടെ സിവിൽ റൈറ്റ്സ്, ഇപ്പം ഞാൻ പറഞ്ഞപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എടുക്കുക, ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, അവിടത്തൊക്കെ ഭരണകൂടം പോലും ആവശ്യമില്ല. എൻ്റെ ഭാര്യ അവിടെ ട്രെയിനിങ്ങിന് പോയിട്ട് എന്നോട് പറഞ്ഞത് അത്ഭുതം. ഒരു 20 കൊല്ലം മുമ്പാണ് എന്നോട് പറഞ്ഞത്, അവിടെയൊക്കെ കടകളിൽ ആൾക്കാർ കാണത്തില്ല, കട തുറന്നിട്ടിരിക്കുക, നമ്മൾ സാധനം എടുത്തിട്ട് കാശ് വെച്ചിട്ട് പോന്നാൽ മതി. ആൾക്കൊക്കെ തട്ടിപ്പേ ഇല്ല. ക്രിമിനൽ കുറ്റങ്ങളില്ല. ഇപ്പം ഈ കുടിയേറ്റക്കാരൊക്കെ വന്നിട്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളാണ് ഇത്. ഇല്ല. അപ്പം അതിൻ്റെ കുറച്ചുകൂടി ഇപ്പം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ കുടിയേറ്റക്കാർ കൂടിയപ്പോൾ കുറേ പ്രശ്നമുണ്ട്. ഈ അടുത്ത കാലത്ത് ബ്രിട്ടനിൽ കലാപമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി നിയമവ്യവസ്ഥയുള്ള രാജ്യമായതുകൊണ്ട് ഇവിടെ ജനാധിപത്യം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. എന്നാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനാധിപത്യം വർക്കൗട്ട് ചെയ്യുന്ന അത്ഭുതമാണ്. കാരണം ഇത്രയും വലിയ ജനസംഖ്യയുള്ള, ഇത്രയും വൈവിധ്യമുള്ള, ഇവിടെ ഏറ്റവും വലിയ അത്ഭുതം ഇന്ത്യയെ ജനാധിപത്യം വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല മറ്റ് പല രാജ്യങ്ങളുടെ അവസ്ഥ. അപ്പം എന്തുകൊണ്ടാണ് UAE ഇത്രയും വളർന്നത്? ആ UAEയുടെ അവിടുത്തെ ഭരണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കുടുംബത്തിൻ്റെ കയ്യിലാണ്. ആ കുടുംബത്തിന് രാജ്യത്തോട് സ്നേഹമുണ്ട്, അവരോട് മാത്രമല്ല. അവരുടെ ജീവിതം സുഖകരമാണ്, ആഡംബരമുണ്ട്. പക്ഷേ അവർ നിയമവാഴ്ചയ്ക്ക് എതിരല്ല. നിയമവാഴ്ച ഉണ്ടാണ്. നിയമവാഴ്ച രാജകുടുംബാംഗങ്ങൾക്ക് ബാധകമാണ്. ഇപ്പം ഈ ദുബായ് ഭരണാധികാരി ട്രാഫിക് റൂളിൽ കിടക്കും, പിണറായിയെ പോലെ അല്ല. മറ്റേ സൗദിയിലെ രാജകുമാരൻ പെട്ടില്ലേ, അതാ പറഞ്ഞ കൊലപാതകത്തിൽ കർഷകയുടെ അല്ല. പക്ഷേ ഞാൻ പറഞ്ഞു, അതുണ്ടാകുമ്പോഴും അവർ നിയമവാഴ്ച നിലനിർത്തും. പക്ഷേ ഈ രാജ്യം നിലനിൽക്കാൻ കാരണം അവരുടെ ഒരു ഓട്ടോക്രസി അവിടെ ഉള്ളതുകൊണ്ടാണ്. അവർ പക്ഷേ നീതിയുക്തമായി ഓട്ടോക്രസി ഉപയോഗിക്കുന്നു, മര്യാദ ഉപയോഗിക്കുന്നു. ആവശ്യമില്ലാത്ത ഒന്നിനും സമ്മതിക്കത്തില്ല. ഈ പറയുന്ന ഫലസ്തീൻ സ്നേഹികളൊക്കെ ദുബായി പോയിട്ട് ഒരു ജാഥ നടത്താമെന്ന് ചോദിച്ച് സൗദി പോയി നടത്താൻ സൗദി പോയി നടത്തത്തില്ല. അപ്പോൾ ഇതല്ലാത്ത രാജ്യങ്ങൾ, സാമ്പത്തികമായി ദുർബലമായിരിക്കുന്ന രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇറാഖും ഇറാനും സിറിയയുമൊക്കെ ലെബനനുമൊക്കെ, അവിടെ അതിശക്തരായ ഭരണാധികാരികൾ ഉണ്ടായില്ലെങ്കിൽ അരാജകത്വം ഉണ്ടാവും. ഇപ്പോൾ യമൻ്റെ കാര്യം എടുക്കുക. ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഒരു പഴയ കാലം പരിശോധിച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്നിരുന്ന വലിയ രാജ്യമായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുമായി വ്യാപാരം നടന്ന സ്ഥലമാണ് യമൻ. പട്ടിണി എന്ന് പറഞ്ഞാൽ രാജ്മോഹൻ, നമ്മൾ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സോമാലിയയിലും എത്യോപ്യയിലും പട്ടിണിയുടെ വാർത്ത കാണുമായിരുന്നു, ചിത്രങ്ങൾ കാണുന്നത്. അതേ അവസ്ഥയാണ് യമനിൽ. അതാണ് ഈ ഹൂതി മുതൽ അവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേ അവസ്ഥയാണ്. അവിടെ ഒരു കൃത്യമായ ഭരണകൂടമില്ല. കുറേ പേര് യൂത്തുകിടയിലാണ്, കുറേ പേര് അവരുടെ കയ്യിൽ. ലെബനൻ്റെ സ്ഥിതി ഏകദേശം ഇങ്ങനെയാണ്. ലെബനനിൽ കുറച്ചും ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഈ സിറിയ അങ്ങനെ കഴിഞ്ഞ കുറേ കാലമായി സിറിയയിലെ അലാപ്പയൊക്കെ അടക്കമുള്ള സ്ഥലം, അലാപ്പ ഇപ്പോഴാണ് പിടിച്ചത്, പലയിടങ്ങളിൽ മറ്റവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഈ അരാജകത്വം ഉള്ള രാജ്യങ്ങളിൽ ഈ സ്ഥിരതയില്ലാത്ത സർക്കാർ വന്നാൽ
പെട്ടെന്ന് ഇസ്ലാമിക ഭീകരവാദം ഫണ്ടമെന്റലിസം അവിടെ എല്ലാം പടരും. കയറി പിടിക്കും. അവര് മനുഷ്യന്റെ മൗലികാവകാശങ്ങളില്ലാതെ. ഇവരെല്ലാവരും അൽഖ്വയ്ദ IS ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും അവരുടെ ബാനറ്റ് ബന്ധമുള്ളവരുമാണ്. അതുകൊണ്ട് ഇറാൻ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇറാനിൽ പോലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു പറയുന്നെങ്കിലും ഇറാനിൽ പോലും ഇപ്പോൾ ഒരു അരാജകത്വം സൃഷ്ടിക്കപ്പെട്ടാൽ, റിവോൾട്ട് ഉണ്ടായാൽ ഈ കക്ഷികൾ അവിടേക്കാണ്, കക്ഷികളിൽ അവിടെ ചുമതലയേക്കുന്നുള്ള വല്ലാത്തൊരവസ്ഥയാണ്. ഈ അരാജകത്വമുള്ളവർക്ക് എന്തും ചെയ്യാം. അപ്പം ഞാൻ പറയുന്നത് വളരെ നിയന്ത്രിതമായി മാത്രമേ ഇത് ആഘോഷിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് സിറിയയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്രയേ ഉള്ളൂ. ആ ജനങ്ങൾ അവർ സെറ്റിലാവട്ടെ, അവരുടെയൊക്കെ സമാധാനം കിട്ടട്ടെ, ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടട്ടെ, നല്ലൊരു ഭരണകൂടം കൂടെ, ശക്തമായ ഭരണകൂടം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇറാഖിൽ നിന്ന് കേൾക്കുന്നത് പോലെ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേൾക്കുന്നത് പോലെയുള്ള സങ്കടകരമായ വാർത്തകൾ ഇനി സിറിയയിൽ നിന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമസ്കാരം.